നമസ്കാരം. വണ്ടൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ള ഇടുക്കിയിലാണ്. നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ രാമക്കൽമേടാണ്. നമുക്ക് കയറി ചെല്ലേണ്ട ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ പാറ കാണുന്നില്ല, ഈ പാറയുടെ ഈ മലയുടെ മുകളിലേക്കാണ് നമുക്ക് കയറി ചെല്ലേണ്ടത്. അങ്ങോട്ട് പോകാനുള്ള വഴി ഇതാണ്. പണ്ട് ഇവിടെ ഇല്ലിയൊക്കെ വളർന്ന് നല്ല രസമായിരുന്നു. ഇപ്പോൾ അതൊക്കെ നശിച്ചു പോയി. അതുകൊണ്ട് ഇങ്ങോട്ടൊരു വഴി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ. ഇത് ശരിക്കും വെള്ളം ഒഴുകി വന്ന് രൂപാന്തരപ്പെട്ടാണ് ഈ ഷേപ്പ്. അത് തന്നെയാണ് നമ്മുടെ വഴി മുകളിലോട്ട് കയറാനുള്ളത്. നമ്മുടെ ഫ്രണ്ടിൽ 2 പിള്ളേർ പോകുന്നുണ്ട് കേട്ടോ. പറന്നാണ് പോകുന്നത്, നമ്മൾ പിടിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മളിതിലേക്ക് കയറി വന്നൊരു നിരപ്പത്തേക്ക് ചെല്ലുന്നത്. ആ നിരപ്പത്ത് നമുക്ക് 2 വ്യൂ പോയിൻ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മലയുടെ അടിവാരം കാണണമെങ്കിൽ നമുക്ക് ഈ താഴോട്ട് ഇറങ്ങി ചെല്ലണം. ഇവിടെ നിന്ന് നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിതത് കണ്ടിട്ട് നമുക്ക് മുകളിലോട്ട് കയറാം. ഇവിടെ പാറകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ്. ശരിക്കും ഒരു കല്ലിൻ്റെ മണ്ട വേറൊരു കല്ലെടുത്ത് അടുക്കി വെച്ചേക്കുന്നതിലാണ്. ഭയങ്കര രസമായിട്ട് കാണാൻ. കണ്ടോ, ഈ കാണുന്ന ചെങ്കുത്തായ പാറയുടെ താഴ്ഭാഗം കണ്ടോ, അതാണ് അതിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് മുകളിൽ നിന്ന് ചാടി മരിച്ചിട്ടൊക്കെ ഉള്ളതാണ്. നമുക്ക് ഇതിലേ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് അതിലേ പോയി തമിഴ്നാട് ഇച്ചിരി ക്ലോസറായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് കേരള ബോർഡറാണ്. താഴെ കാണുന്ന അടിവാരമാണ്. പല നിറത്തിലുള്ള ഓരോ സ്ക്വയർ ഷേപ്പ് കാണുന്നില്ല, അത് പലതരത്തിലുള്ള കൃഷികളാണ് തമിഴ്നാട്ടിൽ ചെയ്യുന്നത്. ശ്യാമതേ പാറയുടെ മേളിൽ കയറി ചാടണോ വേണ്ടയോ നിന്നെ കൊണ്ട് കൂട്ടിയെ കൂടെ ശ്യാമ ഇറങ്ങിക്കോ. ശ്യാമ ഡ്രോണിൻ്റെ ഒരു 2-3 വിഷ്വൽസ് എടുത്തായിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുകയാണ്. ഡ്രോൺ സാധാരണ നമ്മൾ ആരും പറത്താറില്ല, കാര്യം വെച്ചാൽ അതിശക്തമായ കാറ്റാണ്. നമുക്കിനി മുകളിലേക്ക് കയറാം. മുകളിലോട്ട് കയറാൻ ഇതേപോലെ ചാടിയൊക്കെ മുകളിലോട്ട് കയറുള്ളൂ. ഇച്ചിരി അഡ്വഞ്ചറായ സംഭവമാണ്. ഫൈനലി നമ്മളിതിന് മുകളിലെത്തി കേട്ടോ. ഇന്നലെ നമുക്ക് എടുക്കാൻ പറ്റാത്ത കുറേ വിഷ്വൽസ് ഉണ്ടായിരുന്നു. ഡ്രോണിന് പറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം പക്ഷേ നമുക്ക് കവർ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയാൻ കാണണമെങ്കിൽ വൈകിട്ട് കാണണം. അതായത് സന്ധ്യ ആകുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിലെ ലൈറ്റ് എല്ലാം ഓണായി ഒരു ഈവനിങ് ടൈമിലാണ് സൺസെറ്റിങ് കാണാൻ പറ്റും. ശരിക്കും നവംബർ, ഡിസംബർ, ജനുവരി എന്ന് പറയുമ്പോഴത്തേക്ക് കോട ഇറങ്ങുന്ന സമയമായിട്ട് തന്നെ നമുക്ക് ആ വിഷ്വൽസ് വൈകിട്ട് കിട്ടത്തില്ല ഡ്രോണിൽ. അതുകൊണ്ട് നമ്മൾ രാവിലെ വന്നതാണ്. അതുമല്ല, ആ കാഴ്ചയെ കണ്ടിട്ട് ഇവിടെ തിരിച്ചിറങ്ങുക എന്ന് പറഞ്ഞിട്ട് ടഫാണ്. താഴെ നിന്ന് നമുക്കിത് കാണാൻ പറ്റും കേട്ടോ. താഴെ ഒരു ആഷ് കളറിൽ കാണുന്നൊരു ഇതുണ്ട്, അത് ശരിക്കും അമ്പലമാണ്. നമുക്ക് ഈ 2 മലകളുടെ ഇടയിൽ കൂടെ ഒരു ചെറിയ വഴിയുണ്ട് താഴോട്ട്. നമുക്ക് അതിലേ നടന്നിറങ്ങാവുന്നതാണ് അങ്ങോട്ട്. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കഴുതപ്പുറത്ത് സാധനങ്ങളൊക്കെ ഈ വഴി കയറി വരുമായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് തിരിച്ചിറങ്ങാം. നമ്മൾ തിരിച്ചിറങ്ങുന്ന നേരത്ത് മലപ്പുറത്ത് നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ സ്കൂൾ വെക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊരു ഡ്രോൺ വിഷ്വൽ എടുത്ത് തരാമെന്ന് ചോദിച്ചു. ശ്യാമ് രണ്ടാമൊന്നും ആലോചിച്ചില്ല, ഡ്രോൺ പോയാൽ പോട്ടെ, എന്തായാലും നമ്മൾ പറത്തി വിഷ്വൽസ് കിട്ടി. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് കയറി വരുമ്പോഴൊക്കെ നമുക്ക് കുരങ്ങന്മാരെ കാണാൻ പറ്റുന്നതാണ്. എന്തായാലും നമ്മുടെ ഭാഗത്തിന് ഒരു കുരങ്ങന്മാരം കിട്ടിയിട്ടില്ല. നമ്മൾ തന്നെ തൂങ്ങി ഇറങ്ങുകയാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഈ ഭാഗത്തേക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കാലത്തിനനുസരിച്ച് കോലം മാറുന്ന രാമക്കൽമേട് വന്ന മാറ്റം, ഭയങ്കരമായ മാറ്റമായിട്ട് എനിക്ക് തോന്നിയതാണ്. നേരത്തെ ഇതൊരു മുട്ടക്കുന്ന് മാത്രമായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു കുറുവൻ കുർത്തിയുടെ ശില്പമുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു വേഴാമ്പലിൻ്റെ വാച്ച് ടവർ ഉണ്ട്. നേരത്തെ അപ്പുറത്ത് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന മലയില്ലേ, അവിടെ കയറാൻ പറ്റാത്ത ആൾക്കാർ ഇവിടെ വന്നിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുമായിരുന്നു. ഇതായ മെയിൻ സ്പോട്ട്. അങ്ങോട്ട് കയറുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണിപ്പോൾ.
നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്ന ആമപ്പാറയാണ്. ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആമപ്പാറയ്ക്ക് പോവാണ്. നമ്മുടെ ജീപ്പിൽ നിന്ന് തന്നെ ആമപ്പാറയ്ക്ക് പോവാണ്. ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ. സാധാരണ ജീപ്പ് മാത്രമേ അങ്ങോട്ട് കയറുള്ളൂ. പെർ ഹെഡ് 500 റുപ്പീസാണ്. അങ്ങനെ നമ്മൾ ആമപ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡ്രോൺ പറത്തി ജീപ്പിനടിയിൽ പോയി കയറി കേട്ടോ. എന്തായാലും ഡ്രോണൊന്നും പറ്റിയിട്ടില്ല. Manish Balchandar, where are you going? ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ ആമശില്പമാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് ഈ ആൾക്കാരും ജീപ്പും എല്ലാം പോകുന്നത് ഒരു കാറ്റാടിപ്പാടത്തേക്കാണ്. നമ്മൾ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഒരു കാറ്റാടിപ്പാടത്ത് നടത്തിക്കുന്ന റിസോർട്ടിലാണ്, പീക്കാവ് റിസോർട്ട്. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് പീക്കാവിലേക്കാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ ഇറ്റ്സ് ഓൾ അബൌട്ട് പീക്കാവ്. സ്റ്റേ ട്യൂൺഡ്.